എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടല്ലേ? കഴിഞ്ഞു. ഒരു 10-15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ വിശപ്പിൻ്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം കൊടുത്താൽ നിങ്ങൾ ഉച്ചക്കത്തെ വിശപ്പ് മാത്രമേ മാറുള്ളൂ. പക്ഷേ ഈ ഇൻഫർമേഷൻ്റെ ഈ ക്ലാസ്സിൻ്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം തന്നാൽ അല്പം വിശപ്പ് സഹിച്ചാലും ജീവിതകാലം മൊത്തം വിശക്കാതിരിക്കാനുള്ള ഇതെന്ന് നമുക്ക് കിട്ടും. ബിക്കോസ് എല്ലാത്തിനുപരി നമ്മുടെ കരിയറാണ് പ്രധാനം. അത് കഴിഞ്ഞിട്ട് ബാക്കിയല്ലേ ഉള്ളൂ. ഫൈൻ. ആക്ച്വലി ഞാൻ ഇന്ന് എടുക്കാൻ വിചാരിച്ച സെഷൻ പ്രോഗ്രസീവ് ലെൻസിൻ്റെ ഫിറ്റിങ്ങും ഡിസ്പെൻസിങ്ങും ഒക്കെ ആയിരുന്നു. ഡോക്ടർ ശിശിർ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് എൻ്റെ CMAയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത് ഇമ്പ്രസ്ഡ് ആയി. അപ്പോൾ ആ സെഷൻ തന്നെയാണ് എടുക്കാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അതിൽ ചില ട്രബിൾ ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ തൊട്ട് മുമ്പ് നിജിൻ സാർ എടുത്ത സെഷനിൽ ട്രബിൾ ഷൂട്ടിങ് അദ്ദേഹം പറഞ്ഞുപോയി. അപ്പോൾ വീണ്ടും സെയിം സെഷൻ തന്നെ ഞാൻ എടുക്കുമ്പോൾ കുറച്ചൊരു ഓവർലാപ്പിംഗ് വരും എന്നതുകൊണ്ട് ഇപ്പം ലൈവായിട്ട് ഞാൻ എൻ്റെ സെഷനൊന്ന് മാറ്റാൻ തീരുമാനിച്ചു. നമുക്കൊരു ആഫ്റ്റർ ഓൾ നമ്മൾ ഈ സെഷനെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ടേക്ക് ഹോം ആയിട്ട് എന്തെങ്കിലും വേണം. അപ്പോഴാണല്ലോ ഈ പ്രോഗ്രാം ഒരു വാട്ട് യൂസ് ചെയ്യുക ഒരു യൂസ്ഫുൾ ആയെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ലെറ്റ് us ഗോ ബാക്ക് ടു ബേസിക്സ്. ഞാൻ ലെൻസിൻ്റെ കുറച്ച് എൻഹാൻസ്മെൻറ്റ്സിനെ കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. സ്പെക്ടക്കിൾ ലെൻസസിൻ്റെ മേ ബി മോസ്റ്റ് ഓഫ് യു വിൽ ബി വർക്കിംഗ് ഇൻ ഒപ്റ്റിക്കൽ ഷോറൂംസ്. സോ സ്പെക്ടക്കിൾ ലെൻസിൻ്റെ എൻഹാൻസ്മെൻറ്റ് സംതിങ് ലൈക്ക് സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് കോട്ടിംഗ്, ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ്, ബ്ലൂ കട്ട് ലെൻസ്, ആൻറ്റി സ്റ്റാറ്റിക്, ഹൈഡ്രോഫോബിക്, ഫോട്ടോക്രോമിക്സ് ആൻഡ് പോളറൈസ്ഡ്. ദീസ് ആർ മൈ ഹെഡിങ്സ്. ആ ഹെഡിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു 2 മണിക്കൂർ സെഷനാണ്. ഒരു ബേസിക് നിന്ന് തുടങ്ങിയിട്ടുള്ള ഒരു സെഷനാണ്. അതിലൊരു സ്ലൈഡാണ്. കാരണം തൊട്ട് മുമ്പത്തെ സെഷനിൽ നിജിൻ സാറ് പറഞ്ഞു ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു കംപ്ലയിൻറ്റിനെ കുറിച്ച് പറഞ്ഞു. എന്നാൽ അദ്ദേഹം അതിന് കൊടുത്തൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ആസ്പെരിക് ലെൻസ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഞാനൊന്നും കൂടി റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഒരു സ്പെരിക്കൽ ലെൻസിൽ ഉണ്ടാകുന്ന വിഷനാണ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അത് സെയിം സംഗതി തന്നെ നിങ്ങൾ ആസ്പെരിക് ലെൻസാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ബെറ്റർ വിഷൻ നിങ്ങൾക്ക് കിട്ടും. ഓഫ് കോഴ്സ് നോട്ട് 100%. ബട്ട് ഇതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ അല്ലേ ഇത്. ഇവിടെ ഒരു ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ റോൾസിനെ കുറിച്ചിട്ട് ഞാനൊന്ന് മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണ ഇതിലൊരു ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഒഫ്താൽമോളജിസ്റ്റിൻ്റെ അടുത്ത് ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എയിം ആക്ച്വലി പേഷ്യൻറ്റിൻ്റെ കംപ്ലയിൻറ്റ് എന്താ, എനിക്ക് കാണുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള സൊല്യൂഷനായിട്ട് നമ്മൾ ചെയ്യുക റിഫ്രാക്ഷൻ ആയിരിക്കും. റിഫ്രാക്ഷൻ ചെയ്ത് ട്രൈ ഗ്ലാസ് ചെയ്യുമ്പോൾ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നമ്മളെ ട്രയൽ സെർച്ചിലുള്ള സകലമാന ലെൻസ് ഇട്ട് കൊടുത്തിട്ടായാലും വേണ്ടിയില്ല ആ പേഷ്യൻറ്റിനെ കൊണ്ട് അവസാനത്തെ വരി വായിപ്പിക്കും. ഇതാണല്ലോ. എന്നിട്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് 6-6 അല്ലെങ്കിൽ മാക്സിമം പോസിബിൾ കറക്ഷൻ എന്ന് പറയും. എന്നിട്ട് ആ പ്രിസ്ക്രിപ്ഷനും കൊണ്ട് ഈ പേഷ്യൻ്റ് എത്തുന്നത് ഒപ്റ്റീഷ്യൻ്റെ അടുത്തോട്ടാണ്, ഒപ്റ്റിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന സെയിൽസ്മാൻ്റെ അടുത്തേക്കാണ്. പ്രിസ്ക്രിപ്ഷൻ ജസ്റ്റ് ഫോർ ആൻ എക്സാമ്പിൾ സേ -2 സ്പെരിക്കൽ ഓർ -4 സ്പെരിക്കൽ മേ ബി വിത്ത് സിലിണ്ടർ ബോത്ത് ഐസ്. ഓക്കെ. എന്നിട്ട് ഈ സെയിൽസ്മാൻ്റെ അടുത്തെത്തുമ്പോൾ സെയിൽസ്മാൻ ഫ്രെയിം കൊടുത്തതിന് ശേഷം അവർക്ക് വേണ്ട ലെൻസിനെ കുറിച്ചിട്ട് സെയിൽസ്മാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അത് മേ ബി സ്പെരിക്കൽ ലെൻസ് ആവാം, ആസ്പെരിക് ആവാം, വിത്ത് കോട്ടിംഗ് ആവാം, വിത്തൗട്ട് കോട്ടിംഗ് ആവാം, മേ ബി അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസിനനുസരിച്ച് ചിലപ്പം ഫോട്ടോഗ്രാമിക്സ് കൊടുക്കാം, പോളറൈസർ കൊടുക്കാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അദ്ദേഹം കൊടുക്കും. നിങ്ങളിതൊന്ന് മനസ്സിലാക്കേണ്ടത് ഒപ്റ്റോമെട്രിസ്റ്റ് ആ പേഷ്യൻറ്റിന് മാക്സിമം പോസിബിൾ കറക്ഷൻ കൊടുത്തപ്പോൾ ഒരു ഒപ്റ്റീഷ്യൻ ആ പേഷ്യൻറ്റിന് മാക്സിമം പോസിബിൾ വിഷൻ കൊടുത്തു. കാരണം ഒപ്റ്റീഷ്യൻ ഏത് ലെൻസ് കൊടുത്താലും നിങ്ങളുടെ പ്രിസ്ക്രിപ്ഷൻ വിൽ റിമെയിൻ സെയിം, നോ ഡൗട്ട് ഓൺ ദാറ്റ്. ഇതാണ് ആസ്പെക്റ്റ് എന്നുണ്ടെങ്കിൽ ശരിക്ക് കുറച്ചുകൂടെ ഒരു ഹൈ പൊസിഷനിൽ നിൽക്കുന്നത് ഒപ്റ്റീഷ്യൻ അല്ലേ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ. മാക്സിമം പോസിബിൾ കറക്ഷൻ കൊടുക്കുന്ന ആളാണോ, മാക്സിമം പോസിബിൾ വിഷൻ കൊടുക്കുന്ന ആളാണോ കുറച്ചുകൂടി ഹയർ ലെവലിൽ നമുക്ക് പറയാനുള്ളത്? ഓഫ് കോഴ്സ് മാക്സിമം പോസിബിൾ വിഷൻ കൊടുക്കുന്ന ആളാണ്. വാട്ട് എവർ ദ ലെൻസസ് ഹി ഗീവ്സ് യുവർ പ്രിസ്ക്രിപ്ഷൻ റിമെയിൻ സെയിം, നോ ഡൗട്ട് ഓൺ ദാറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഒപ്റ്റോമെട്രീഷ്യനും എങ്ങനെ മാക്സിമം പോസിബിൾ വിഷൻ കൊടുക്കുന്ന ആളാവാൻ പറ്റും? അത് ഈ റോള് ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ എന്താ പറയുക ഓതറൈസ്ഡ് ആവും, കുറച്ചുകൂടി ഒതൻറ്റിക് ആവും. അതുകൊണ്ട് തന്നെ അതിന് കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാവും പേഷ്യൻസിൻ്റെ ഇടയിൽ. അങ്ങനെ കുറച്ചുകൂടി മാക്സിമം പോസിബിൾ വിഷൻ കൊടുക്കണമെങ്കിൽ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ലെൻസിൻ്റെ എൻഹാൻസ്മെൻറ്റ്സിനെ കുറിച്ചിട്ട് പഠിക്കണം. അതാണ് ഇന്നത്തെ സെഷൻ. അതിൽ ഒരു വലിയ സെഷൻ്റെ ഒരു എൻഹാൻസ്മെൻറ്റ്സ് മാത്രം പറയണം. ദീസ് സ്ലൈഡ്സ് ഐ എം ജസ്റ്റ് സ്കിപ്പിംഗ്. ഇപ്പോൾ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ലെറ്റ് മീ സ്റ്റാർട്ട് ദ സെഷൻ. ഇതാണ് സെഷൻ.